ഒരു ഘട്ടത്തിൽ പരിഷത്തിൻ്റെ 10ാമത്തെയോ 11ാമത്തെയോ വാർഷികമായപ്പോഴേക്ക് ശാസ്ത്രത്തിനെക്കുറിച്ചുള്ള പരിഷത്തിൻ്റെ പിന്നെ ഒരു സങ്കല്പനത്തിൽ വലിയ മാറ്റം വരികയും ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്നൊരു മുദ്രാവാക്യം പരിഷത്ത് സ്വീകരിക്കുകയും ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിൽ ആഴത്തിലുള്ള പരിവർത്തനങ്ങൾ വരുത്തണമെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ശരിയായ ഉപയോഗം ആവശ്യമാണ്. ആ ആവശ്യം സാങ്കേതികമായിട്ടുള്ള പിന്നെ വലിയ പാലങ്ങൾ പണിയാനും വലിയ കെട്ടിടങ്ങൾ പണിയാനും മാത്രമല്ല, കാര്യങ്ങളെ മനസ്സിലാക്കാൻ, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് പട്ടിണിക്ക് പല കാരണങ്ങളും കാണും, പക്ഷെ അത് സാധാരണക്കാരൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം കുറേ ആൾക്കാർ ദരിദ്രരും കുറേയധികം ആൾക്കാർ ധനികരുമായിട്ട് നിലനിൽക്കുന്നു, എങ്ങനെയാണ് ഈ പ്രക്രിയയെ തലതിരിച്ച് ആക്കുക, എങ്ങനെയാണ് പിന്നെ എല്ലാ സൗകര്യങ്ങളും പിന്നെ സമമായി വിതരണം ചെയ്യപ്പെടുന്ന സോഷ്യലിസം എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള വ്യവസ്ഥിതി ഉണ്ടാവുക, ഇതൊക്കെ ശാസ്ത്രീയമായി അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലാതെ വെറും ഇമോഷണലായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല. അപ്പോൾ സാമൂഹ്യ രംഗത്താണെങ്കിലും വികസന രംഗത്താണെങ്കിലും ഒരു വികസന പദ്ധതി നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ, ഒരു ആരോഗ്യ രീതി, ഈ ചികിത്സാ രീതി നമുക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുക, ഈ അണക്കെട്ട് നമുക്ക് വേണ്ടതാണോ അല്ലയോ, ഈ പാലമാണോ വേണ്ടത് അതോ അതിൻ്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും ആണോ വേണ്ടത്, പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ഏത് ജനവിഭാഗത്തിന് മുൻകൂട്ടം കിട്ടണം, ഒരു ജനവിഭാഗം തുടർച്ചയായിട്ട് പിന്നോക്കുന്നതിന് കാരണം ഇതൊക്കെ ഇതിനൊക്കെ ശാസ്ത്രം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. തുടർച്ചയായിട്ടുള്ള അന്വേഷണങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അന്വേഷിക്കുന്നതിനും കാരണം കണ്ടെത്തുന്നതിനും ബദലുകൾ കണ്ടെത്തുന്നതിനും മാറ്റം വരുത്തുന്നതിനുമൊക്കെ ശാസ്ത്രം, ആ അർത്ഥത്തിലാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിൽ നിന്നുള്ള മുദ്രാവാക്യം പരിഷത്ത് സ്വീകരിച്ചത്. ഇതോടൊപ്പം തന്നെ പതുക്കെ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ ഏതൊക്കെ, അവയുമായിട്ട് നമുക്ക് എങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കും, കേരളത്തിൻ്റെ മറ്റു ഭാഗത്തും ഇന്ത്യയുടെ മറ്റു ഭാഗത്തും എന്നൊരു അന്വേഷണം നടത്തുണ്ടായി. 1978 ആയപ്പോഴേക്ക് 70കളുടെ അവസാനത്തിൽ തന്നെ ഇന്ത്യയുടെ മറ്റ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ പല സംഘടനകളെക്കുറിച്ച് നമുക്കറിയാൻ കഴിയും. ചിലരൊക്കെ നമുക്ക് മുമ്പ് തന്നെ, പരിഷത്തിന് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിച്ച ചില സംഘടനകളുണ്ടായിരുന്നു. ഇപ്പോൾ ആസാമിലെ ആസാം സയൻസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന പരിഷത്ത് ആരംഭിക്കുന്നതിന് 2-3 കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ്. ശാസ്ത്രം പ്രചരിപ്പിക്കുന്നവരുടെ ഒരു സംഘടന. അത് പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയാണ്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, പിന്നെ ശാസ്ത്രകാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക, ജനങ്ങളുടെയുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ള ആശയം വെച്ചുകൊണ്ട് സത്യേന്ദ്രനാഥ് ബോസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സാക്ഷര സമിതി എന്നതിൽ ബംഗാളി ഭാഷയിൽ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനുള്ള ശാസ്ത്രപ്രസാർ സമിതി ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ട് വടക്കേ ഇന്ത്യയുടെ പല ഭാഗത്തുമായിട്ട് നടക്കുന്ന ശാസ്ത്ര ആശയവിനിമയ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. ശാസ്ത്ര വിദ്യാഭ്യാസം സാധാരണക്കാരിൽ എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ സ്കൂളിൽ ശാസ്ത്ര വിദ്യാഭ്യാസം ഫലപ്രദമായി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഹോഷംഗാബാദ് വിജ്ഞാൻ സമിതി, കിഷോർ ഭാരതി, ഏകലവ്യ എന്നൊക്കെ പറയുന്ന ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയുള്ള സംഘടനകൾ, ഭൂമി സേന എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനകൾ, ഇങ്ങനെ പല സംഘടനകളെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടി. ഇത് കൂടാതെ ഡൽഹി സയൻസ് ഫോറം പോലെയുള്ള സയൻസ് പോളിസിയെക്കുറിച്ച് ഗഹനമായി ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഘടന. അപ്പോൾ എന്തുകൊണ്ട് ഇവരെല്ലാം കൂടിയായിട്ടുള്ള ഒരു ആശയവിനിമയം സാധ്യമായിക്കൂടാ എന്നുള്ള മട്ടിൽ 1978 ഒരു പീപ്പിൾസ് സയൻസ് കോൺഫറൻസ്, പീപ്പിൾസ് സയൻസ് അല്ലെങ്കിൽ ജനകീയ ശാസ്ത്രം എന്നൊരു പേര് തന്നെ ഉണ്ടായി വരുന്നത് ആ മീറ്റിങ്ങിനെ തുടർന്നാണ്. അതായത് ജനങ്ങളുമായി ശാസ്ത്രത്തെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന, ശാസ്ത്രം എന്നത് ഒരു എലീറ്റ് കളുടെ മാത്രം പ്രവർത്തനമല്ല, ശാസ്ത്രം അന്വേഷണവും പരീക്ഷണവും ഒക്കെ അടങ്ങുന്നതാണെങ്കിലും അത് നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇന്ന് ആ ബന്ധമില്ല. ശാസ്ത്രം എന്നത് കുറച്ച് പേർ മാത്രം കൈകാര്യം ചെയ്യുന്നൊരു വിഷയം. അതുകൊണ്ട് തന്നെ വളരെ സമൂഹത്തിലെ ചെറിയൊരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ എന്തൊക്കെയാണ് അതുകൊണ്ട് സാധ്യമായത്, എന്തൊക്കെയാണത്, പലപ്പോഴും അതൊരു എക്സ്പ്ലോയിറ്റേഷൻ്റെ ടൂളായിട്ട് മാറുന്നു, ചൂഷണം ചെയ്യാനുള്ളൊരു ഉപാധിയായിട്ട് മാറുന്നു. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ നയം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ജനങ്ങൾക്കും സ്ഥാനം വേണം. എൻ്റെ രാജ്യത്ത് എങ്ങനെയായിരിക്കണം ശാസ്ത്രം, ആർക്കു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അത് അണുവായുധം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ആശുപത്രി നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണോ, സാധാരണക്കാരുടെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകൽച്ച കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണോ, പട്ടിണി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ ഒരു രാജ്യത്തിൻ്റെ അഭിമാനവും അഹങ്കാരവും വ്യർത്ഥമായ രൂപത്തിൽ പൊക്കിക്കാണിക്കുക, അതിനുള്ള വലിയ താഴികക്കുടങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും.
അപ്പോൾ അത്തരത്തിൽ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനം കേരളത്തിൽ മാത്രം നടന്നാൽ പോരാ, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്ന ആശയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1978 ഈ ഒന്നാമത്തെ സമ്മേളനം നടന്നത്. അതിനെ തുടർന്ന് പിന്നീട് ഒരുപാട് മുന്നോട്ട് പോവുകയുണ്ടായി. 1985-86 ആയപ്പോഴേക്ക് അഖിലേന്ത്യാ തലത്തിൽ പല കാര്യങ്ങളും നടക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭോപ്പാലിലെ ഗ്യാസ് ട്രാജഡി. ഭോപ്പാലിലെ ഗ്യാസ് ട്രാജഡി നടന്നത് ഭോപ്പാലിലാണെങ്കിൽ പോലും ശാസ്ത്രത്തിൻ്റെ ഉപയോഗം ഏത് തരത്തിലായിരിക്കണം, ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് അത്തരത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗത്തിൽ ഇടപെടേണ്ടത്, ശാസ്ത്ര നയം ആരാണ് രൂപീകരിക്കുന്നത്, അത് ചോദ്യം ചെയ്യാൻ വേണ്ടത്ര നമുക്ക് സാധിക്കാറുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്ന് നമ്മുടെ നാട്ടിലൊരു ഫാക്ടറി തുടങ്ങുന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ നടത്തി അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള മീഥൈൽ ഐസോസയനൈഡിൻ്റെ ലീക്കേജ്, അത് ഉണ്ടാക്കിയ വലിയ ദുരന്തം. അപ്പോൾ അത് പരിഷത്ത് വലിയ തോതിൽ തന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒരു ചർച്ചാ വിഷയമാക്കുകയുണ്ടായി. അവിടെ ഭോപ്പാലിലൊക്കെ ഏകലവ്യ പോലുള്ള ആൾക്കാർ ഇതിനെ ചർച്ചാ വിഷയമാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം അഖിലേന്ത്യാ തലത്തിൽ ശാസ്ത്ര പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വീണ്ടും സഹായകമായി വന്നു. അങ്ങനെ ഭോപ്പാലിൽ ചെന്ന് അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു അഖിലേന്ത്യാ ജാഥ പരിഷത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. 5 ജാഥകൾ കേന്ദ്ര ശാസ്ത്ര വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിൻ്റെ സഹായത്തോടുകൂടി അവരുടെ ശ്രദ്ധ നമ്മുടെ ഈ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അവർ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ശാസ്ത്രം ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ എത്തിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഭാരത് ജനവിജ്ഞാൻ ജാഥ എന്നുള്ള പേരിലൊരു ജാഥ ഇന്ത്യയുടെ 5 കോർണറുകളിൽ നിന്ന് ആരംഭിച്ച് ഭോപ്പാൽ ചെന്ന് അവസാനിക്കുന്ന തരത്തിൽ സംഘടന. ഇവിടുന്ന് നമ്മൾ ശാസ്ത്ര പരിഷത്താണ് അതിന് ഈ മൊത്തം ജാഥയ്ക്കും നേതൃത്വം നൽകുന്നതിൽ പരിഷത്ത് വലിയൊരു പങ്കുവഹിച്ചു. ആ ജാഥയുടെ അവസാനത്തിൽ ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓൾ ഇന്ത്യ സംഘടന രൂപപ്പെട്ടു വരികയും ചെയ്തു. ഇത് ഒരു ഭാഗത്ത്. അപ്പോൾ പതുക്കെ കേരളത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയുടെ തന്നെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയുന്ന അതിൻ്റെ ഒരു പ്രേരണയായിട്ട് വർത്തിക്കാൻ പരിഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട രംഗം.